പിന്നെ നമ്മുടെ ബന്ധത്തിന് കെട്ടിച്ചുവിടുന്നെങ്കിൽ വേഗം വിട്ടേക്കണം. ആ രാജമണിക്ക് വന്നതിന് ശേഷം അവൾ അവന്റെ പുറകെ നടക്കുക. വല്ല ഒപ്പിച്ചാലോ? നീ പേടിക്കണ്ടേ, ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെ അബദ്ധമൊന്നും പറ്റിയല്ല. എന്നാലും ആ വർഗീസങ്ങാനും അറിഞ്ഞ അവനോട് പാമ്പറ. അല്ലേ, നിങ്ങൾക്ക് എന്നാ പറ്റി? എന്നാ പറ്റുന്നോ? അവനെ നമ്പാൻ പോയത് എനിക്ക് പറ്റിയ തെറ്റ്. എന്നേക്കാ ബുദ്ധി നമ്മുടെ മോക്കുണ്ട്. നമുക്ക് യോജിച്ച ഈ പണിക്കർ തന്നെ. ഞാനും കുറെ ദിവസമായിട്ട് കാൽക്കുലേറ്റർ വെച്ച് കൂട്ടി നോക്കുമായിരുന്നു. ഇവനും തറവാട്ടുകാരൻ തന്നെയാ. മതിലൊരു കോശി പണിക്കരുടെ മോനല്ലയോ? നമ്മൾ ആരുടെ കരുത്ത് മിന്നിട്ടി എന്നാ ഇപ്പൊ കുഴപ്പം? രാജൻ പണിക്കരും ആണായിട്ട് തന്നെ പറഞ്ഞവനാ. എന്തായാലും നമ്മൾ ഇവിടെ വന്ന് ചേക്കേറുമെന്ന് അവരൊരിക്കലും വിചാരിക്കില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ചിലപ്പോൾ അവരിവിടെ വന്നേക്കും. വരണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കഷ്ടം, ആ കുട്ടികളെ ആരോ കരുക്കളാക്കി കളിക്കുകയാണ്. ഡെഫിനറ്റ് ആയിട്ടും ഇതിന്റെ പിന്നിലൊരു റാക്കറ്റ് ഉണ്ട്. എന്റെ ഉത്തരവാദിത്വം ഇപ്പൊ കൂടി വരികയാണ്. മായേശാവിനെ രക്ഷിച്ചാൽ മാത്രം പോരാ, നിങ്ങളെ വെച്ച് മുതലെടുക്കുന്ന റാക്കറ്റ് എനിക്ക് പൊളിക്കണം. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. മായ തിരിച്ചു പോയേ പറ്റൂ. പ്ലീസ്. ഹലോ, മിസ്റ്റർ മാധവൻ തമ്പി, പ്ലീസ്. സംശയിക്കണ്ട. ഐ വോണ്ട് ഗോ. ഞാൻ പോവില്ല. ഒരു തവണ നമ്മളെ യാത്ര പറഞ്ഞു പിരിഞ്ഞതാ. അപ്പോഴും എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ഞാൻ സഹിച്ചു. പോയി. പിന്നെ രക്ഷിക്കാൻ നിങ്ങൾ തന്നെ വേണ്ടി വന്നു. ഇനി എന്നെ പറഞ്ഞിവിടെ നോക്കണ്ട. ഞാൻ പോവില്ല. എനിക്ക് വേറൊരിടത്തും കിട്ടാത്ത സെക്യൂരിറ്റി ഇവിടെ ഉണ്ട്. ഐ ഫീൽ സേഫ് ഹിയർ. ഞാൻ ഫ്രഷ് ആയി ഡ്രസ് ചേഞ്ച് ചെയ്ത് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പോവാ. കളരിപ്പയറ്റ് മത്സരം. അനാഥ മന്ദിരത്തിന്റെ ധനശേഖരണാർത്ഥം ഈ വരുന്ന ഏപ്രിൽ 14-ാം തീയതി വൈകിട്ട് 4 മണിക്ക് പീരങ്കി മൈതാനത്ത് വെച്ച് കളരിപ്രസ്ഥാനത്തിന്റെ രോമാഞ്ചവും ഇതിഹാസവുമായി മാറിയ തച്ചോളി വർഗീസും മതിലൂർ രാജൻ പണിക്കരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. Is this real? അതോ ഫെയറി ടെയിൽസിലെ ക്യാരക്ടേഴ്സോ? എനിക്ക് വിശ്വസിക്കാൻ വയ്യ. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? വിശ്വസിക്കണം. നമ്മളിപ്പോ ഏത് ലോകത്താ? നമ്മളിപ്പോൾ പാടിപ്പതിഞ്ഞ പാണം പാട്ടുകളിലെ പഴങ്കഥകളിൽ എവിടെയോ ആണ്. തച്ചോളി വർഗീസും മതിലൂർ രാജൻ പണിക്കരും തമ്മിലുള്ള കളരിപ്പയറ്റ് മത്സരം പീരങ്കി മൈതാനത്ത് ഏപ്രിൽ 14-ന് നടക്കുന്നു. കളരി പ്രസ്ഥാനത്തിന്റെ പരമാചാര്യനായിരുന്ന പഴയതായ നടുവിലേക്കുന്നിൽ കളരി ഗുരുക്കൾ അഗസ്റ്റിൻ നിങ്ങളെ ഈ നേരത്തെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത് പരസ്പരം വഴക്കുണ്ടാക്കാനല്ല. മേനകായെ പോലെ കുഴഞ്ഞാടി എന്റെ മോനെ വശീകരിക്കാൻ നടന്നത് ആരാ? തന്റെ മോളാ. അതിനെ അവളെ വേഷം കെട്ടി ചിറകിയും വെച്ച് ഇപ്പൊ കൈമലത്തെ കാണിക്കാൻ തനിക്കുന്നതാണോ ഇല്ലയോടോ? യോ എലിയാമേ പതുക്കെ, പള്ളിപ്പറമ്പ. നിന്റെ മോനെ ഇങ്ങോട്ട് ആവാഹിച്ചെടുക്കാൻ അവന് രാജൻ പണിക്കരൊക്കെ എന്നാ യോഗ്യത അറിയുള്ളത്? അന്തസ്സുണ്ടോ? അഭിമാനമുണ്ടോ? നാട്ടല്ലുണ്ടോടി? നാട്ടല്ലേ? അച്ഛൻ അതിന് വിഷമം അറിയാൻ പാടില്ല. എന്റെ മോൾ ആനിക്കുട്ടി ഒന്നും കണ്ട് മോഹിച്ചിട്ടില്ല. ആ കോന്തന് വേണ്ടി കിടന്ന് തുള്ളിയത്. തുള്ളി അവൾ അങ്ങ് വശം കെട്ടച്ചു. എവനാണെന്നോ? തന്റെ മോളൊരു ഇളക്കക്കാരിയാ. അവളെ കെട്ടാൻ എന്റെ വർഗീസിനെ കിട്ടുകയല്ല. അവനേക്കാൾ 7 മടങ്ങിന് യോഗ്യതയുള്ളവനാടി മതിലൂർ കോശിപ്പണിക്കരുടെ മകൻ രാജൻ പണിക്കര്. പണിക്കര് പറ്റും അവനും അവന്റെ അപ്പനും ചുമ്മാ കിട്ടിയൊന്നുമല്ല. എന്താച്ചോ? ശരിയല്ലയോ? ശരിയാ. തീരുമാനിക്കണമെന്നില്ല. നല്ല ഒന്നാന്തരം നസ്രാണികളുടെ ജാത്യ ഉത്കൃഷ്ടവും രാജ്യസേവന നിരതയുള്ളതാണ് അവൻ. മനസ്സിലായോ? മനസ്സിലായില്ല. അവനെ കൊണ്ട് ഞാൻ എന്റെ മോളെ കെട്ടിക്കും. നിന്റെ മോൻ അവിടെ വായി നോക്കിയിരിക്കേ ഉള്ളൂ. അപ്പനെ പറഞ്ഞല്ല. അപ്പന് പറഞ്ഞാ നീ എന്താ ചെയ്യും? നിന്റെ കോരവള്ളിയെ പറിക്കും. കോരവള്ളി എടുക്കാൻ വന്നാൽ നിന്റെ അപ്പന്റെ അപ്പന് പറയും. അപ്പോൾ പത്രോസ് അവന്റെ അടുത്തേക്ക് വന്നു.
ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഞാൻ ശ്യാമിനെ അന്വേഷിച്ചു വന്നതാ. ഇവിടെ കാണില്ലെന്നറിയാം, മദ്രാസിലും ഇല്ല. പിന്നെ എവിടെയുണ്ട്? അവനെ കാണാണ്ട് ഞങ്ങളും വിഷമിച്ചിരിക്കുക. ശ്യാമിനെ അന്വേഷിക്കാൻ ഇപ്പൊ എന്താ ഉണ്ടായേ? ചില കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ സംശയം തോന്നുന്ന ചിലരെ ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും, ചോദ്യം ചെയ്യാൻ. കോൾ ഫോർ ശ്യാം. ഹലോ, ശ്യാമാണോ? ഹലോ ഹലോ, എടുത്ത് ഇങ്ങോട്ട് തരും, ഞാൻ സംസാരിക്കാം. ഹലോ, ഇത് ഞാനാണ് വർഗീസ്. വർഗീസേ, നിങ്ങൾ രണ്ടാളും ഒത്തോണ്ട് എന്ത് പണിയായി കാട്ടുന്നേ? അവന്റെ കയ്യിലോട്ടൊന്ന് കൊടുക്കാൻ പറയൂ, അല്ലെങ്കിൽ ഇങ്ങോട്ട് തരിക. വർഗീസേ, ഫോൺ അവന്റെ കൈ കൊടുക്ക്. ഇപ്പൊ ശ്യാമിനെ എന്താ അറിയിക്കണ്ടേ? പറഞ്ഞാ ഞാൻ അറിയിച്ചോളാം. അവൻ അവിടെ ഇല്ലെന്നാ തോന്നുന്നേ. ഹലോ, അവനെ അന്വേഷിച്ച് പോലീസ് ഇവിടെ വരാൻ എന്താ ഉണ്ടായേ? പോലീസ് അവിടെ വന്നോ? അവൻ എന്ത് തെറ്റാ ചെയ്തേ? ആർക്കും പിടിതരാതെ അവൻ എവിടെ പോയിരിക്കുക? ഏത് കേസിലാവൻ പെട്ടിരിക്കുന്നത്? വർഗീസേ, ഇവിടെ ആർക്കും ഒരു മനസമാധാനമില്ല. പേടിക്കണ്ട, ശ്യാമിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എങ്ങനെയാ നോക്കാന്ന് എനിക്കറിയില്ല. പോലീസിന്റെ കൈ കിട്ടിയാൽ അതിനു മുമ്പ് എനിക്ക് അവനെ രക്ഷിക്കണം. ഇവനിപ്പോ എവിടെയാ? ആ പെൺകുട്ടി എവിടെ? സണ്ണിയുടെ കൊലപാതകത്തിൽ ഉത്തരവാദികളെന്ന് സംശയിക്കപ്പെടുന്ന 3 ചെറുപ്പക്കാരെ പോലീസ് ഇപ്പൊ പിടികൂടിയത് പൗരസമിതി ഉണ്ടായിട്ടോ നമ്മൾ സമ്മർദ്ദം ചെലുത്തിയിട്ടോ ഒന്നും അല്ലല്ലോ. അപ്പൊ ഇവിടെ ഒരു പൗരസമിതി വേണ്ടെന്നാണോ അവറാച്ച മുതലാളി പറഞ്ഞു വരുന്നത്? എന്റെ ലീനസേ, ആ 3 ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് മദ്രാസ് പോലീസിന് കൈമാറി കേസ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവർക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ ഇരുചെവി അറിയാതെ കേസൊക്കെ തേഞ്ഞു വാഞ്ഞങ്ങ് പോകും. ഇപ്പൊ തന്നെ പിടികൊടുക്കാതെ ഒരുത്തൻ മാത്രം രക്ഷപ്പെട്ട് നടക്കുക, നമ്മുടെ മേലേപ്പാട്ട ശ്യാം. അവനെ ആരോ സംരക്ഷിക്കുന്നുണ്ട്. അത് അന്യായമാണ്, അനീതിയാണ്. കുറ്റവാളികൾ രക്ഷപ്പെടരുത്. അതിനിവിടെ ഒരു പൗരസമിതി ഉണ്ടായേ പറ്റൂ. ആ, ഈ ബുദ്ധി ആവേശമൊക്കെ നേരത്തെ വേണ്ടതായിരുന്നു. എന്റെ പരാതി അതാ. അവറാച്ചന്റെ അഭിപ്രായം എന്താ? പൗരസമിതി വേണോ വേണ്ടയോ? എന്റെ അഭിപ്രായം ആ, പൗരസമിതി വേണം ആ. എന്ന് നാട്ടുകാരെല്ലാം നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് അച്ഛൻ തന്നെ തീരുമാനിച്ചട്ടെ. ആ, സണ്ണിയുടെ മരണം കൊലപാതകമാണെന്ന് സൂചിപ്പിക്കപ്പെട്ട നിലയ്ക്ക് കുറ്റവാളികൾ രക്ഷപ്പെടാതിരിക്കാൻ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എനിക്കറിയാം, ഞാൻ കണ്ടതാ. നിങ്ങളാ സണ്ണിയെ കൊന്നത്. നിങ്ങളാ സണ്ണിയെ കൊന്നത്. ഈ ലോക്കറ്റിന്റെ തെളിവ് വെച്ച് ഞാനാണ് സണ്ണിയെ കൊന്നതെന്ന് മായ കണ്ണുമടച്ച് വിശ്വസിക്കുകയാണോ? ഞാനാണ് സണ്ണിയെ കൊന്നതെന്ന് മായക്ക് ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ മായക്ക് എന്നെ കൊല്ലാം, എന്നെ പോലീസിൽ ഏൽപ്പിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സോറി.
ഐ എം സോറി. എനിക്ക് അയാൾ അറിയില്ല. എനിക്കറിയില്ല. ഇതുപോലൊരു ലോക്കറ്റ് അതിപ്പോഴും എന്റെ കണ്ണിലുണ്ട്. ഐ എം സോറി. ഷൂട്ട് മീ. എന്താ കൈ വിറയ്ക്കുന്നത്? കൊല്ലെന്നെ. ഷൂട്ട് മീ. ശ്യാം, നീ എന്താ ഇങ്ങനെ? നീ ആരെയും കൊന്നിട്ടില്ല. സണ്ണിയെ കൊന്നത് നീയല്ല, നിന്റെ ഫ്രണ്ട്സും അല്ല. അതറിയാവുന്ന ഏക ദൃക്സാക്ഷിയാ നീ കൊല്ലാൻ നടക്കുന്ന ഈ പെൺകുട്ടി. പക്ഷേ മാഷേ, ഞങ്ങൾ കാരണമാണ് സണ്ണി മരിച്ചത്. ഞങ്ങളെ കൊന്നത്. സണ്ണിയെ കൊന്നത് നിങ്ങളല്ല. ഞാൻ എന്റെ കണ്ണോട് കണ്ടതാ, നിങ്ങളല്ല. മാഷേ, ചെയ്യാത്ത കൊലക്കുറ്റത്തിൽ നിന്നും ചെയ്യാൻ പോകുന്ന കൊലക്കുറ്റത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ ഞാൻ ഇതുവരെ തീ തിന്നുകയായിരുന്നു. ഇപ്പൊ എനിക്ക് സമാധാനമായി. തന്നെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. പക്ഷേ എന്നെ മാഷ് വെറുക്കണം. എനിക്കൊരിക്കലും മാപ്പ് തരരുത്. ഞാൻ മാഷ് ചതിച്ചവനാ, കള്ളക്കഥ പറഞ്ഞ് വഞ്ചിച്ചവനാ, മാഷിനെ കൊല്ലാൻ അവസരം നോക്കി നടന്നവനാ. എനിക്കറിയാം, എനിക്ക് തന്നെ നല്ല പോലെ അറിയാം. അവനവനെ തന്നെ തെറ്റിദ്ധരിച്ച് ആത്മരക്ഷയ്ക്ക് വേണ്ടിയാ തനി കാട്ടായങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയത്. എനിക്കത് മനസ്സിലാകും. അതോർത്ത് താമസം വയ്ക്കണ്ട. എന്റെ ഫ്രണ്ട്സ് 3 പേരും പോലീസ് കസ്റ്റഡിയിലായി. ഏത് നിമിഷം വേണമെങ്കിലും ഞാനും അകത്താവും. ആ ഗതികേട് കൊണ്ടോ മാഷെ ഞാൻ മാഷിന് നേരെ മാഷെ കൊല്ലാൻ. കരയാലോ. നിയമത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ മായയുണ്ട്. യഥാർത്ഥ കുറ്റവാളികളെ നമ്മൾ കണ്ടുപിടിക്കും. അതിന് വഴിയുണ്ട്. സാർ, ഇത് ഞാനാണ് ശ്യാം. നീ എവിടാന്നറിയാത്ത ടെൻഷനിലായിരുന്നു ഞാൻ. എവിടുന്നാ നീ വിളിക്കുന്നത്? എസ്റ്റേറ്റ് നിന്ന് തന്നെയാ സാർ. ഒടുവിൽ ഞാനത് ചെയ്തു സാർ. വാട്ട്? അവളെ ഞാൻ കൊന്നു. ഐ കിൽഡ്. ഇയാൾ ധൈര്യമായിട്ടിരിക്കെ. ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാൻ അവിടെ എത്താം. ശ്യാം, 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 ശ്യാം. ഡിക് റോസ്,
ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ യൂണിഫോമിനോട് സാറിനില്ലാത്ത ബഹുമാനവും ആദരവും എനിക്കുണ്ട്. ഇത് സാറിന്റെ ദേഹത്ത് കിടക്കുമ്പോ എന്റെ കൈ പോങ്ങില്ല. അതുകൊണ്ട് സത്യം പറ, ആരാ സണ്ണിയെ കൊന്നത്? പറയാൻ, ആരാ സണ്ണിയെ കൊന്നത്? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പ്രവിത്താനത്തച്ഛന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ മോനെ എന്ന് വിളിച്ചു. അന്ന് എനിക്കത് മതിയായിരുന്നു. ആ ഒരൊറ്റ വിളിയുടെ കരുത്തിലാ ഞാൻ ഇന്ന് വരെ ജീവിച്ചത്. പക്ഷേ ഇന്നെനിക്ക് നിങ്ങളെ വേണം. നിങ്ങളെ മാത്രം പോരാ, മരിച്ചുപോയ എന്റെ മമ്മിയെ വേണം. എനിക്കൊരു കുടുംബം വേണം. എന്റെ മകൻ എന്നെ പോലെ അനാഥനായിട്ട് വേദനിക്കരുത്. സണ്ണി, ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുമായി ഞാൻ നാട്ടിൽ വരും, എന്റെ വീട്ടിൽ വരും. സണ്ണി, എന്നെ അവഹേളിക്കരുത്. ഞാൻ നിന്റെ പേരിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് എടുത്തു തരാം. എത്ര രൂപ വേണമെങ്കിലും നിന്റെ പേര് ഡെപ്പോസിറ്റ് ചെയ്യാം. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എനിക്ക് ഡെപ്പോസിറ്റും ഫ്ലാറ്റും കറൻസിയും ഒന്നും വേണ്ട. ഐ നീഡ് മൈ എക്സിസ്റ്റൻസ്. എനിക്കൊരു മേൽവിലാസം വേണം. നിങ്ങൾ എന്റെ അച്ഛനാണെന്ന് ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണറിയണം, അവളുടെ വീട്ടുകാരറിയണം, നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും അറിയണം. ഇത്രയും കാലം ഈ അപമാനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ രക്ഷിച്ചു. ഇനി നിങ്ങൾ എന്നെ രക്ഷിക്കണം. നടക്കാത്ത കാര്യമാണ് നീ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ എന്നെ അംഗീകരിച്ചേ പറ്റൂ. രഹസ്യമായിട്ട് അംഗീകരിച്ചല്ലോ. പരസ്യമായി വേണം. അത് നടക്കില്ല. നടക്കും. ഞാൻ എന്റെ പെണ്ണിനെയും കൂട്ടി നിങ്ങളുടെ വീട്ടിൽ വരും, അവിടെ ജീവിക്കും. പേടിപ്പിക്കണം. തീ കുരുത്തവനെ ഞാൻ. വെയിലത്ത് പാടില്ല. ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി മാത്രം മരിച്ചവനെ പോലെ ജീവിച്ചവനാ ഞാൻ. അത് നിന്റെ തലയിലെടുത്താ. നിനക്ക് നിരാശ ഉണ്ടെങ്കിൽ പോയി തൂങ്ങിച്ചാകടാ. കൊല്ലും ഞാൻ, കൊല്ലും ഞാൻ. എന്നെ ജനിപ്പിച്ച ആർക്കും വേണ്ടാതെ വലിച്ചെറിഞ്ഞിട്ട് തൂങ്ങിച്ചാവാനോ? കൊല്ലും ഞാൻ, കൊല്ലും. നേരെ കത്തി എടുക്കാറായി. ഞാൻ ഓങ്ങിയിട്ടുള്ള കത്തിയത് കുത്തിക്കൊലഞ്ഞെടുക്കും. ഞാൻ എന്റെ പെണ്ണിനെ കൊണ്ട് അവിടെ വെച്ച് എനിക്ക് ആരും ജീവിച്ചിരിക്കണം. കൊല്ലും ഞാൻ. അവൻ പഠിച്ചു വെച്ച സന്തതിയാ. അവൻ പെണ്ണിനെ കൂട്ടി എന്റെ വീട്ടിൽ വരുന്നതിന് മുമ്പ് അവള് പഠിച്ചിരിക്കണം. മനസ്സിലായോ? ഒന്നിൽ അവൻ, അല്ലെങ്കിൽ ഞാൻ. രണ്ടിലൊരാൾ മതി. ഇതൊരു വാനിന്റെ കീ മാത്രമല്ല, നല്ലൊരു ചാൻസിന്റെ കീയും കൂടാ. അവൾക്കൊരു സംശയവും തോന്നാത്ത രീതിയിൽ വേണം പൊക്കിക്കൊണ്ടുപോകാൻ. പൊയ്ക്കോ, പോയി നേരം വെളുക്കുന്നത് വരെ ആഘോഷിച്ചോ.
അങ്ങനെ അങ്ങ് ചാവാൻ പാടില്ല. ചാവുന്നതിന് മുമ്പ് മനോഹരമായൊരു കാഴ്ച നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ പ്രേമിച്ച പെണ്ണിനെ ആണുങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നീ അത് കാണണം. കണ്ടേച്ച് ചത്താ മതി.